വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ ദിവസമായിട്ടുണ്ടാവും ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കുറെ ദിവസമായി എന്തായാലും വീഡിയോസ് എടുത്തിട്ട് ഇപ്പൊ ഉള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വയ്യാണ്ടായി കുറച്ച് ഇഷ്യൂസും പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എനിവേ ഇന്ന് ഞാൻ റിട്ടേൺ വന്നിട്ടുള്ളത് എനിക്ക് അത്ര സുഖകരമല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുമായിട്ട് ഞാനൊരു 2 year ആയിട്ട് നമ്മുടെ കുറെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. സോ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ഞാൻ ഇപ്പൊ എന്റെ മുടിയിൽ ജട കളയുന്ന സമയത്ത് കൊഴിഞ്ഞിട്ടുണ്ടായ മുടിയാണ് ഈ ഒരു ഒറ്റ ടൈമിൽ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് മുടിയിൽ ആകെ ഒറ്റ ടൈമാണ് ഇത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്റെ തലേന്ന് മുടി കൊഴിയും. ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മുടി കൊഴിയുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ. പക്ഷെ ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറയണം നിങ്ങളുടെ തല നിറയെ മുടിയാണല്ലോ, അപ്പൊ ഈ 2-3 മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, തല നിറയെ മുടി ഉണ്ടല്ലോ. പക്ഷെ ഞാൻ പറയാം ഈ പോക്കാണ് പോകുന്നെങ്കിൽ 2 മാസം കൊണ്ട് ഞാൻ മുട്ടച്ചിയാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് അത്രയും എനിക്ക് മനസ്സിലൊരു തരം ഡിപ്രഷൻ പോലെ ആയി തുടങ്ങി. നമുക്ക് ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോൺഫിഡന്റിന്റെ തന്നെ ഒരു പാർട്ട് എന്ന് പറയാം. അപ്പൊ എനിക്കിപ്പോ ലോങ് ഹെയർ ആണ്, എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം. സോ അതുകൊണ്ട് തന്നെ എത്രയും കാലമായിട്ട് കട്ട് ചെയ്യാണ്ട് എന്റെ മുടി വേഗം വളരുന്ന മുടിയാണ്. പക്ഷെ ഇപ്പൊ എന്റെ മുടിയുടെ ആദ്യം ഉണ്ടായിരുന്ന തിക്നെസ്സിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മുടി. ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് എന്റെ പില്ലോയില്, എന്റെ ബെഡില്, കുളിക്കുന്ന ടൈമിലൊക്കെ എപ്പോഴാണെങ്കിലും ഹെയർ ആണ്. ഞാനിപ്പം മുടി ഒന്ന് ഇവിടെ മുടി ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് ചെട കളഞ്ഞു, ഇവിടെ മുഴുവൻ മുടിയാട്ടോ. അതായത് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമല്ല, മുടി നമുക്ക് ഈ റൂട്ടിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോരുന്ന ഒരു പ്രശ്നമാണ് എനിക്കിപ്പോ. സോ ഞാൻ ഈ 2 year ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഹെയർ കെയർ വീഡിയോസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന് മുന്നും ഈ ഒരു സബ്ജക്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഇത് കേട്ടോ. എനിവേ വീഡിയോ യൂസ്ഫുൾ ആണ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഹെയർ ഇത്രയും കൊഴിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടിയിൽ അത്രമാത്രം ഇത് ചെയ്യുന്നുള്ളത് കൊണ്ടായിരിക്കും മേ ബി അത്ര അതിൽ ഒരു ഇത് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ അതത്ര കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതും കൂടെ കൂടുതൽ ഇത്ര കൊഴിയുന്നുണ്ടല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോ സോറി കേട്ടോ, ഓർക്കുമ്പോ നമുക്ക് കൂടുതലായിട്ട് ടെൻഷനായി പിന്നെ മുടി കൊഴിയും. എനിവേ ഞാൻ ഇന്ന് എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടെ. ഇവിടെ ആണ് കാണിച്ചതെന്നുള്ളത്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം, ഇപ്പൊ കുറെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, മലപ്പുറം എടപ്പാൾ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് ഈ പ്രസവ രക്ഷയ്ക്ക് വേണ്ടി നീരൊഴുക്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രസവ രക്ഷ, അതായത് പ്രസവം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ട്രീറ്റ്മെന്റ് ഉള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും കാലം കാണിക്കാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് അവിടെ പോയി ഡോക്ടറെ കണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണിച്ചു കേട്ടോ. അപ്പം എന്റെ ഹെയർ ലോസിന്റെ കുറച്ച് റൂട്ട് കോഴ്സുകൾ പറഞ്ഞുതരാം. ആദ്യത്തെ എന്ന് പറയുന്നത് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയാണ്. എനിക്കിപ്പോ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടിപ്പോ ഏകദേശം 1.5 year അല്ല 2 year എന്തായാലും ആയിക്കാണും. ഈ 2 year ഫസ്റ്റ് ഒക്കെ ഞാൻ സപ്ലിമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ ആയി നമ്മള് വൈറ്റമിൻ D3 ഇപ്പൊ എത്ര ആയി എന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം സപ്ലിമെന്റും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നല്ല ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തോന്നുന്നു. വൈറ്റമിൻ D3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ ഇതിന് മുന്നും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ വൈറ്റമിൻ D3 കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. അത് ഈവൻ നിങ്ങളുടെ പീരീഡ്സിൽ ചേഞ്ചസ് ഉണ്ടാകാം, ചിലപ്പോൾ പീരീഡ്സ് ആകാണ്ടിരിക്കാം, പീരീഡ്സിന്റെ ഡേറ്റിൽ ഉണ്ടാകുന്നത് പീരീഡ്സിന്റെ ഡ്യൂറേഷനിലൊക്കെ ചേഞ്ച് വരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മസിൽസിന്, ജോയിന്റിന്, അതുപോലെ നമ്മുടെ ബോണിനൊക്കെ പെയിന്, ദെൻ ക്ഷീണം ഉണ്ടാകാം, ഉറക്കക്കുറവ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് വൈറ്റമിൻ D3 ഇതുവരെ ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെന്നുള്ളത് ഹോസ്റ്റലിലെ വെള്ളമാണ് വേറൊരു റീസൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ക്യാപ്പ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എനിക്ക് 9 hours ആണ് ഡ്യൂട്ടി എങ്കിൽ 9 hours നമുക്ക് ക്യാപ്പ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ക്യാപ്പ് വെക്കുന്നത് നല്ലോണം തന്നെ ഹെയർ ലോസിന് കാരണമാകാറുണ്ട്. അതെനിക്ക് മുന്നേ അറിയാമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാപ്പ് വെക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മുടി കഴുകുന്ന പാറ്റേൺ. പിന്നെ ഞാൻ ഹെയർ ഓയിലിംഗ് അങ്ങനെ എപ്പോഴും ചെയ്യാറില്ലല്ലോ, നമ്മൾ വല്ലപ്പോഴും ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഹെയർ ലോസിനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി എനിക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു സിറ്റിംഗ് ആയിട്ട് നമുക്ക് ഹെയർ ലോസിന് ചെറിയൊരു ട്രീറ്റ്മെന്റ്. ഇതുകൊണ്ട് നമ്മുടെ ഹെയർ ലോസ് ഒരിക്കലും മാറത്തില്ല. നമ്മൾ ഈ ഒരു റൂട്ട് കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കാണാണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു എനിക്കിനി ഉള്ളത് ഒരു ഓയിൽ മസാജും പിന്നെ ഒരു പാക്ക് ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും അത്ര റേറ്റ് ഇല്ല. നമുക്ക് തോന്നുന്നു നമ്മളൊരു
ബ്യൂട്ടി പാർലറിൽ പോകുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള രീതി ട്രീറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് അവർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹെയർ പാക്കും അതുപോലെ തന്നെ നീലബൃങ്കാതി ഓയിലും ആണ് കേട്ടോ. ഞാൻ സാധാരണ കാച്ചി വെളിച്ചെണ്ണയാണ് യൂസ് ആക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഓയിലും ചേഞ്ച് ചെയ്തേക്കാം. 3 days കൂടുമ്പോൾ ഓയിൽ ഇട്ടിട്ട് 1/2 hour സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. ഇതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ എനിക്ക് ഇങ്ങനെ മുടി കൊഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരുതരം വിഷമാണ്. അത് ഇപ്പം മുടി കൊഴിച്ചിലുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലെയാണ് മുടി കൊഴിയുന്നെങ്കിൽ എനിക്ക് അറിയാം എന്തായാലും 2 മാസം കൊണ്ട് തലയിൽ മുടി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ യൂസ് ആക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹെയറിന്റെ വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാത്തതിനുള്ള കാരണം. നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലാണ് കാര്യമുള്ളൂ. അല്ല ഇപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഓൺലി ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ മാസ്ക്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളുടെ ഹെയറിന്റെ പ്രോബ്ലംസ്, ഹെയർ ലോസ് മാറിയിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നല്ലൊരു ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് ആ രീതിക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും ഭാവിയിൽ. ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഈ ഒരു ഹെയർ ലോസ് ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി അത് അലോപേഷ്യ ആകാൻ വരെ ചാൻസ് ഉണ്ടായിരുന്നു. ആ രീതിക്കായിരുന്നു എന്റെ മുടി ഇപ്പൊ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് മുടി ചീകാറേ ഇല്ല. ദിവസത്തിൽ വല്ലപ്പോഴും കോമ്പ് ചെയ്യും. ആ കോമ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നല്ലോണം തന്നെ കൊഴിഞ്ഞു പോകുന്നുള്ളത്. മാക്സിമം ഞാൻ കൈ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യാറ്. പക്ഷെ കൈ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും മുടി ഇങ്ങനെ ഊരിപ്പോകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇനിയെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ പ്രശ്നമായാലും വിചാരിച്ച് ഞാൻ ഇന്ന് പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബാക്കി ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഓയിൽ മസാജ് എടുത്തിട്ടുള്ളത്. ആ മസാജ് എടുത്ത് കുറെ കാലത്ത് കുറച്ച് മാസത്തേക്ക് അടിപൊളിയായിരിക്കും, മുടി കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് പോകും. പക്ഷെ അതിനൊപ്പം നമ്മളും കൂടെ സെൽഫായിട്ടൊരു പാമ്പറിങ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ചെയ്തതിനൊരു റിസൾട്ട് ഉണ്ടാകത്തില്ല. ഞാൻ പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര മടിച്ചായിട്ടുള്ള ഒരാളാണ്. സോ ഇനിയെങ്കിലും ഇത് നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്റെ ആദ്യത്തെ മുടിയുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ അവസ്ഥയിൽ നിന്നാണ് ഞാനിപ്പം ഇത് കണ്ടില്ല. ഇപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒട്ടും ഉള്ളില്ലാണ്ടായി മാറിയിരിക്കുന്നു. ഇനിയിപ്പോ വൺ സൈഡ് ആണ് എന്നാലും. അപ്പൊ ഇതൊക്കെയാട്ടോ എന്റെ ഹെയർ ലോസിന്റെ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഹെയർ കെയർ വീഡിയോസോ ഒന്നും ഇടാത്തതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഹെയർ ലോസിന്റെ പ്രോബ്ലം ഉള്ളവരാണ്, ഇതുവരെ ട്രീറ്റ്മെന്റ് എടുക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ മുടിയെ പറ്റി കെയർ ചെയ്യുന്നില്ല, മുടിയെ പറ്റി ബോധേഡാവുന്നില്ല എങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടോളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും